അപ്പസ്തോലിക പ്രവചനാത്മകമായ പവർ കോൺഫറൻസ് വരുന്നു. ഇവിടെയെങ്ങുമല്ല, അങ്ങ് UK-യിൽ. തട്ടിപ്പ് നമ്മുടെ കേരളത്തിലൊന്നും അല്ല ഇപ്പം. അങ്ങ് പാശ്ചാത്യ രാജ്യങ്ങളിൽ വരെ താണ്ഡവ നൃത്തമാടുക. കള്ളപ്രവാചകന്മാരെ ഇറക്കി വ്യാജാത്മക കൂട്ടുകെട്ടിൽ എങ്ങനെ പണം ഉണ്ടാക്കാമെന്ന് ഗവേഷണം നടത്തിയവരാണ് ഈ പവർ കോൺഫറൻസ് എന്ന പേരിൽ തട്ടിക്കൂട്ടുന്ന പരിപാടിയിൽ ആടി തിമിർക്കാൻ വരുന്നത്. ഇതിനെ കൂട്ടുപിടിക്കാൻ മേമനമില്ലത്തെ വർഷിപ്പ് ഫ്രെയിമും. ഇത്തരം കള്ളപ്രവാചക ചെന്നായ്ക്കൾക്ക് മുന്നിലേക്ക് കുഞ്ഞാടുകൾ ചെന്ന് ചാടിക്കൊടുക്കരുത്. ഇത്തരം കൊടിയ കള്ളപ്രവാചക പിശാചുക്കൾക്ക് മുന്നിൽ ആടാൻ, ആട്ടം കാണാൻ നിന്നു കൊടുക്കണോ എന്ന് ജീവിക്കാൻ വേണ്ടി പഠിക്കാനും തൊഴിലിനുമായി എത്തിയ വിശ്വാസികൾ ചിന്തിക്കണം. UK-യിൽ നോർത്ത് ആപ്റ്റണിൽ ഈ യോഗം നടത്തുന്നവന്റെ ഉദ്ദേശം തീർച്ചയായും മറ്റൊന്നുമല്ല, പണം തട്ടൽ മാത്രമാണ്. ഇവിടെ കിടന്ന് നക്കാപ്പിച്ച തെണ്ടുന്നതിനേക്കാൾ മാന്യമായി തെണ്ടാമല്ലോ എന്ന് കരുതിയാണ് അങ്ങോട്ട് വലിഞ്ഞു കയറി വരുന്നത്. ഇവിടെ 100 രൂപ കിട്ടുന്നതും അവിടെ $1 കിട്ടുന്നതും രണ്ടും രണ്ടല്ലേ. തെണ്ടിപ്പിരിക്കാനല്ലാതെ സത്യസന്ധമായ സുവിശേഷം പ്രസംഗിക്കാനാണോ ഈ ചെറ്റകൾ അവിടേക്ക് വരുന്നത്? കാശും സംഭാവനയും സ്വോത്രകാഴ്ചയും ഒന്നും വേണ്ടെന്ന് പറയുകയാണെങ്കിൽ സമ്മതിക്കാം, സത്യസന്ധമായ സുവിശേഷമാണെന്ന്. നാട്ടിൽ IPC-കാരനായ ഈ തരികിട UK-യിൽ ന്യൂജൻ കള്ളന്മാരുടെ ഏജന്റ് പണി ചെയ്യുന്ന വ്യാജനാണെന്ന് പാവം വിശ്വാസികൾക്കറിയില്ല. അതുകൊണ്ടാണ് ഇതിനോടകം ഇവൻ ഉയർപ്പിക്കൽ സ്പെഷ്യലിസ്റ്റ് റൈസൻഫയർ തരികിടയെയും എലിയൻസ് വർക്കിയെയും കസേര ഫിങ്ങിയെയും ഫോറൻസിക് കള്ള പ്രവാചകൻ ശിഷ്യനെയും ഒക്കെ കളത്തിലിറക്കി തട്ടിപ്പ് യോഗം നടത്തുന്നത്. അഞ്ചൽ ബാധയും കൂടെ കൂട്ടിയിട്ടുണ്ട്. മറുഭാഷ കേൾക്കാം. പണം കൂടുതൽ സ്വോത്രാഴ്ച സഞ്ചിയിൽ വീഴണമെങ്കിൽ മറുഭാഷ കൂടി വേണമല്ലോ. ഉടായിപ്പിന്റെ ഉസ്താദുക്കൾ അണിനിരക്കുന്ന ഈ തട്ടിപ്പ് പരിപാടി അവിടുത്തെ സർക്കാർ അറിഞ്ഞാൽ എല്ലാം അകത്ത് പോയി കിടക്കും. മേമന മഹാൻ കാണിക്കുന്നത് പോലെ കാശടിച്ചു മാറ്റാൻ തട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾക്ക് മുന്നിൽ പോയി ഇരുന്നു കൊടുക്കണോ എന്ന് ആലോചിച്ച് തീരുമാനമെടുക്കുക. ഇവന്മാർ അകത്തുപോയാൽ യോഗത്തിൽ പങ്കെടുക്കുന്ന നിങ്ങൾ കൂടി ചിലപ്പോൾ അകത്തുപോയി അഴിയെണ്ണേണ്ടി വരും. ഇവന്മാരുടെ മറുഭാഷയും ഡയലോഗുകളും കേട്ടാൽ അവിടുത്തെ പോലീസ് അന്നേരം തൂക്കിയെടുത്ത് അകത്തിടും, ഒരു സംശയവും വേണ്ട. അതുപോലെയുള്ള ആക്ഷനും ഡയലോഗുകളുമാണ് അഞ്ചൽ ബാധയുടേത്. ലക്ഷങ്ങൾ ചെലവാക്കി UK-യിലെത്തുന്ന നിങ്ങൾക്ക് അവിടെയും സ്വസ്ഥമായി സ്വൈര്യമായി സന്തോഷമായി ജീവിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ ഇവന്മാരെ അവിടുത്തെ നിയമത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ അടുത്തതായി കൊട്ടാരക്കര ടിൻറ്റുമോൻ തുടങ്ങി താരപ്പൻ വരെ നിങ്ങളുടെ സ്വസ്ഥത കെടുത്താൻ വരും. നുള്ളേണ്ടത് മുളയിലേ നുള്ളണം, ഇല്ലെങ്കിൽ പടർന്നു പന്തിരിക്കും. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.